കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, നിലവിലെ കേരള സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ചോദിച്ചാൽ അത് ഡോക്ടർ എ കൗശികനാണ്. നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആണ് ഡോക്ടർ എ കൗശികൻ. ഇനി നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ ആരാണ്? നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥനാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓഫീസർ ചോദിച്ചാൽ എ കൗശികനാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ അത് എൻ ശേഷാദ്രിനാഥനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുമ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ വരുന്ന ആളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ വരുന്ന ആളാണ്. അദ്ദേഹം ലോകസഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊക്കെ നേതൃത്വം നൽകുന്ന ആളാണ് ആര്? മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പൊ കമ്മീഷണറോ? അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അല്ലെ, അങ്ങോട്ട് നടക്കുന്ന ഇലക്ഷനിലാണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ ഓഫീസർ എന്ന് പറയുന്ന ആള് ഞാൻ പറഞ്ഞു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ വരുന്ന ആളാണ്. അപ്പൊ ഒരു IAS റാങ്കിലുള്ള ആളായിരിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. അപ്പോ നമ്മുടെ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ അവിടെ എന്താണ്, കള്ളവോട്ടൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരം കള്ളവോട്ടൊക്കെ നടക്കുന്നതിന് എന്താണ്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നല്ല കൗശലം വേണം എന്ന രീതിയിൽ നമുക്ക് ഓർക്കാം. നല്ല കൗശലമുള്ള ആളെയാണ് എവിടെ നിയമിച്ചത്? ഓഫീസർ ആയിട്ട് നിയമിച്ചത്. ഇനി കമ്മീഷണർ ഞാൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള ഇലക്ഷൻ ആണ് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ തദ്ദേശം എന്നതിൽ നിന്ന് ദേശം, ശേഷം ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എൻ ശേഷാദ്രിനാഥനാണ് നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2026 കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 2026 കേരള സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് KM ചന്ദ്രശേഖരനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ പഠനം നടത്തുന്നത് എങ്ങനെയാണ്? ഡാറ്റകൾ ശേഖരിച്ചിട്ടാണല്ലോ പഠനം നടത്തുന്നത്. ഡാറ്റകൾ ശേഖരിച്ച് എന്നതിൽ നിന്ന് ചന്ദ്രശേഖരൻ കണക്ട് ചെയ്ത് വെച്ചൂടെ? KM ചന്ദ്രശേഖരനാണ് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നത അധികാര സമിതിയുടെ അധ്യക്ഷൻ. ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആയി നിയമിതനായത് സഞ്ജയ് ജമുവർ ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ഡൽഹി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഭയങ്കര ട്രാഫിക് ജാം ആണ് എന്ന് കണക്ട് ചെയ്യാം. ട്രാഫിക് ജാം. അപ്പോ സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെട്രോ യൂസ് ചെയ്യുന്നത്. സഞ്ചരിക്കുക എന്നതിൽ നിന്ന് സഞ്ജയ് കണക്ട് ചെയ്ത് വെച്ചൂടെ? ട്രാഫിക് ജാം എന്നതിൽ നിന്ന് ജമുവർ എന്നും നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ഡൽഹി മെട്രോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നഗരമാണ്. അപ്പോ സഞ്ചരിക്കുമ്പോഴുള്ള ആ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ ഡൽഹി മെട്രോ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ ആദ്യ CEO ആരാണ്? സഞ്ജയ് ജമുവർ ആണ് എന്ന് ഓർക്കാലോ. 2026 മഹാകവി കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരവും ഉള്ളൂർ അവാർഡും നേടിയ യക്ഷിയുടെ പരിണാമം എന്ന കൃതി രചിച്ചത്. 2026 മഹാകവി കുഞ്ഞിരാമൻ സ്മാരക കവിതാ പുരസ്കാരവും ഉള്ളൂർ അവാർഡും നേടിയ യക്ഷിയുടെ പരിണാമം എന്ന കൃതി രചിച്ചത് ആരാണ്? യക്ഷിയുടെ പരിണാമം എന്ന കൃതി രചിച്ചത് PP ശ്രീധരൻ ഉണ്ണിയാണ് യക്ഷിയുടെ പരിണാമം എന്ന കൃതി രചിച്ചത്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ യക്ഷിയുടെ പരിണാമം എന്നൊക്കെ പറയുമ്പോൾ മാറ്റം എന്നുള്ള അർത്ഥമാണ് അല്ലെ, മാറ്റം. അപ്പൊ യക്ഷി ഏത് വേഷത്തിലോട്ട് മാറി? ഉണ്ണിയുടെ വേഷം ധരിച്ചു എന്നോർക്കാം. യക്ഷി ഉണ്ണിയുടെ വേഷം ധരിച്ചു. ശ്രീധരൻ ഉണ്ണിയാണ് യക്ഷിയുടെ പരിണാമം എന്ന കൃതി രചിച്ചത്. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി. 2026 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. അപ്പൊ 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി. അപ്പൊ 2026
നമ്മൾ കൃത്യമായി തന്നെ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് ബ്രിക്സ് ഉച്ചകോടി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് എന്ന് അറിഞ്ഞാൽ തന്നെ അത് ന്യൂഡൽഹിയിലാണ് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പോവാം. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നിലവിലെ സിഇഒ, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ആധാറിന്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സൗരഭ് വിജയ്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോ ആധാർ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ ആധാറിലെ ചിത്രം കണ്ടാൽ നമുക്ക് തന്നെ അല്ലെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ചിത്രമാണ് നമ്മുടെ ആധാറിലുള്ളത്. കാരണം നമ്മുടെ സൗന്ദര്യമൊക്കെ കളഞ്ഞു കുടിച്ചിട്ടുള്ള ചിത്രമായിരിക്കും നമ്മുടെ ആധാറിൽ ഉണ്ടാവുക. എന്നാൽ ഇപ്പൊ കുറെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ സൗന്ദര്യം അതുപോലെ തന്നെ ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. സൗന്ദര്യം എന്നതിൽ നിന്ന് സൗരഭ് കണക്ട് ചെയ്ത് വെക്കാലോ. നിലവിലെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സൗരഭ് വിജയ്. PSLV C-62 വിക്ഷേപണ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. PSLV 62 വിക്ഷേപണ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രൊഫസർ കെ വിജയരാഘവനാണ്. അപ്പോ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ PSLV 62 വിക്ഷേപണ പരാജയത്തെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് വിജയിച്ചില്ല? ആ ഒരു ദൗത്യം എന്തുകൊണ്ടാണ് വിജയിക്കാതെ പരാജയപ്പെട്ടത് എന്നാണ് അല്ലെ അന്വേഷിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചൂടെ? കെ വിജയരാഘവനാണ് PSLV C-62 വിക്ഷേപണ പരാജയത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. 2026 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാര ജേതാവ്. 2026 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ഇവിടെ കെടാകുളം എന്നുണ്ടല്ലേ, അപ്പൊ കുളത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ കുളത്തിന്റെ മുൻപില് കെടാതെ വെച്ചൊരു വിളക്ക് ഉണ്ട് എന്നോർക്കാം. കെടാതെ വെച്ചൊരു വിളക്ക്, കുളത്തിന്റെ മുൻപില് കെടാതെ വെക്കുന്ന ഒരു വിളക്കുണ്ട്. അപ്പൊ ആ വിളക്ക് കെടാതെ സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മുൻപിൽ നമ്മൾ തമ്പടിച്ചിരിക്കണം എന്നോർക്കാം. തമ്പടിച്ചിരിക്കുക എന്നതിൽ നിന്ന് ശ്രീകുമാരൻ തമ്പി കണക്ട് ചെയ്യാലോ. 2026 പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ്. 2026 സാമുവൽ മേന പുരസ്കാര ജേതാവ്. 2026 സാമുവൽ മേന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ബ്ലസ്സിയാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? സാമുവൽ മേന എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മന എന്ന് കണക്ട് ചെയ്യാം. അപ്പൊ മനയിലോട്ട് വന്നിട്ടുള്ള സാമുവലിന് എന്താ നൽകിയത്? ബ്ലെസ്സിങ് ആണ് എന്ന് കണക്ട് ചെയ്യാം. ബ്ലെസ്സിങ് നൽകി. മനയിൽ വന്ന സാമുവലിന് എന്താണ് കൊടുത്തത്? ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ് എന്ന് ബ്ലെസ്സി കണക്ട് ചെയ്ത് വെച്ചൂടെ? കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രശസ്തമായ കളിയച്ഛൻ പുരസ്കാരം 2026 ലഭിച്ചത്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രശസ്തമായ കളിയച്ഛൻ പുരസ്കാരം 2026 ലഭിച്ചത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ കളിയച്ഛൻ നമ്മൾ പറഞ്ഞു കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോ അച്ഛൻ കഥകളി കളിക്കാൻ വേണ്ടിയിട്ട് മാടമ്പിയിൽ പോയി എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. മാടമ്പി എന്ന് പറയുന്നത് പണ്ടത്തെ ഭൂപ്രഭുക്കന്മാരാണ് അല്ലെ. അപ്പോ അച്ഛൻ കഥകളി കളിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? ഭൂപ്രഭുവിന്റെ കൊട്ടാരത്തിൽ എന്ന രീതിയിൽ മാടമ്പിയിലോട്ടാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം.